ഞാൻ 2 മാസമായിട്ട് എഡിനോറ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു റിവ്യൂ ചെയ്യുന്നത്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫ്രഷ്നെസ് ആണ്. നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി, പിന്നെ എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ കുറച്ചും കൂടെ പ്രോപ്പറായെന്ന് തോന്നി. അതായത് കുറച്ചും കൂടി ഭക്ഷണത്തിന് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഫീലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. എഡിനോറ ഉപയോഗിച്ചതിന് ശേഷം ആ കറകളെല്ലാം വളരെയധികം കുറഞ്ഞു. മാത്രമല്ല നമ്മൾ പല്ല് വെട്ടിത്തിളങ്ങും അങ്ങനെയൊന്നും അല്ല, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നിറവും അതും എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. എഡിനോറയുടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പല സ്റ്റേജസിലും നമ്മൾ മൈക്രോബിയൽ ടെസ്റ്റിങ് ബയോവൻ ലാബിലാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ നല്ല സക്സസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്ട്സും ഇല്ല. ക്വിക്ക് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. എഡിനോറ 3 ടൈപ്പ് ഇറക്കുന്നുണ്ട്. അതിൽ എഡിനോറ പ്രൈം, എഡിനോറ സെൻസിപ്രോ, എഡിനോറ കിഡ്സ്. എഡിനോറ പ്രൈം സാധാരണ എല്ലാ ജനറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എഡിനോറ സെൻസിപ്രോ ആണ് കൂടുതൽ എന്തെങ്കിലും അസുഖമുള്ള ഡെൻ്റൽ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ എഡിനോറ സെൻസിപ്രോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് മോണ പഴുപ്പ് പോലെ അതൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് വളരെ നല്ല റിസൾട്ടാണ്. വിത്തിൻ വീക്സ് നല്ല എഫക്റ്റ് തോന്നിയിട്ടുണ്ട്. നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതിലൊരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ കയറി വിളിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവരെ എടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്, ഇതിൻ്റെ യൂസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. മാങ്ങയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ആ പുളിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കൊള്ളാം, പേസ്റ്റ് കൊള്ളാം. പല്ല് പുളിപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറി, പല്ല് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഇൻഫ്ലമേഷൻ ഒന്നും പിന്നെ വന്നില്ല. അതിനുശേഷം ഇൻഫ്ലമേഷൻ വന്നിട്ടേ ഇല്ല. ഒരു തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തന്നെ കണ്ടിന്യൂ ചെയ്യാനേ തോന്നുള്ളൂ.